Hello everyone. In the previous lecture, I have described how to derive the constraint equations in the case of a linear motion. In this video, I'll be discussing the constraint equations in a rotational motion, how to derive them using the example of the block on the string. So in this video, we'll be covering the block on string example. So here we will be considering two cases. The first one is, the problem statement is as follows. There is a mass m which whirls with a constant speed of v at the end of a string of length b. Okay, so there is a mass m which is the radius is not b, or the length is not b, it is r actually. Okay, so here we have to find the force on m in the absence of gravity or friction. So you neglect the gravitational effect on the mass m or the gravitational pull of the earth, and also you neglect the friction due to air. Okay, now so നമുക്കുള്ളത് m മാസ്സുള്ള ഒരു ബ്ലോക്ക്, ഒരു വസ്തു r ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് v. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടാവുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം യു ഹാവ് ടു ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ എം. ഓക്കെ, എമ്മിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഫോഴ്സ് ആയിരിക്കും? ഓക്കെ, നമ്മളിത് ഇങ്ങനെ ഒരു കയ്യിൽ ഒരു കയറെടുത്തിട്ട് ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി വി ക്യാൻ ഫീൽ സം ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ അല്ലേ? അത് ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ മാസിന് യു ക്യാൻ ഓൾസോ ഫീൽ ദർ ഇസ് എ ഫോഴ്സ് വിച്ച് ഈസ് ഗോയിങ് റേഡിയലി ഔട്ട്വേർഡ്. ഈ മാസ് പുറത്തോട്ട് ഒരു ഫോഴ്സ് ഉള്ളതുപോലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്, ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് ഡയഗ്രത്തിൽ ഇത് കാണിച്ചിട്ടുണ്ട്. സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കാരണമുള്ള ഫോഴ്സ് ഇൻവേർഡ് ഫോഴ്സാണ്, ടുവേർഡ്സ് ദ സെൻറ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു കല്ല് കെട്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു സർക്കുലർ മോഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെയുള്ള ആംഗിള്, ഇപ്പോൾ നമുക്ക് ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ട കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എടുത്താൽ മതി. ഓക്കെ, പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റേഡിയസ് കോർഡിനേറ്റും അതുപോലെ തന്നെ ആംഗുലാർ കോർഡിനേറ്റുമാണ്. ഓക്കെ, ആംഗിൾ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ തീറ്റ ചേഞ്ച് ചെയ്യുന്നത് 0 മുതൽ ഓവറോൾ 2π റേഡിയൻസിൽ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ 360 ഡിഗ്രിയിൽ ഇത് ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഒന്ന് ഇൻവേർഡ് ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ റേഡിയൽ ആയിട്ടുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ഫോഴ്സാണ്. ഓക്കെ, സോ റേഡിയൽ ഡയറക്ഷൻ ഇതാണ്. ഈ റേഡിയസിന് നേരെ അപ്വേർഡ് ആയിട്ടുള്ള ഡയറക്ഷനാണ് ആർ ക്യാപ്പ് എന്ന് പറയുന്നത്. ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് തീറ്റ ക്യാപ്പ്. ഓക്കെ, ഇപ്പോൾ ഈ മാസ് എമ്മിൽ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലും ആക്സിലറേഷൻ ഉണ്ടാവും. റേഡിയൽ ഡയറക്ഷനിലും ആക്സിലറേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലും ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഡയറക്ഷണൽ ആക്സിലറേഷൻസ് നമുക്ക് കമ്പയർ ചെയ്യണം. ഓക്കെ, ഇപ്പം ടെൻഷൻ മൂലമുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആയതുകൊണ്ട് അവിടെ മൈനസ് ഡയറക്ഷൻ കൊടുത്തു, മൈനസ് ആർ ഡയറക്ഷൻ. ബിക്കോസ് ആർ എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡാണ്, പുറത്തോട്ടാണ്. അപ്പോൾ ടുവേർഡ്സ് ദ സെൻറ്റർ ആയതുകൊണ്ട് മൈനസ് ആർ ഡയറക്ഷനിൽ ടി മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ടി എങ്ങനെ കണ്ടുപിടിക്കും? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ മൈനസ് ടി ഈക്വൽ ടു, ഓക്കെ, ഇപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ദി മാസ്. അപ്പോൾ റേഡിയൽ ആക്സലറേഷൻ ആണ് എടുത്തത്. റേഡിയൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആക്സലറേഷൻ രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. ഒന്ന് റേഡിയൽ ഡയറക്ഷനിലും ഒന്ന് തീറ്റ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. തീറ്റ ക്യാപ്പ് പറഞ്ഞാൽ ഈ ഓരോ പോയിന്റിലും വരയ്ക്കുന്ന ടാൻജൻഷ്യൽ ഡയറക്ഷനാണ്. ഓക്കെ, നൗ റേഡിയൽ ആക്സിലറേഷൻ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ആർ ഡബിൾ ഡോട്ട് എന്ന് വെച്ചാൽ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ, വെയർ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ മോഷൻ
ആൻഡ് മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ. തീറ്റ എന്ന് പറഞ്ഞാൽ റേഡിയസ് വെക്ടർ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ ആയിട്ട് എടുക്കുന്നത്. സോ തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് റേഡിയൽ ഡയറക്ഷനുള്ളൊരു കമ്പോണൻ്റാണ്, ഒന്ന് റേഡിയസിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ തീറ്റ ഡോട്ട് തീറ്റയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഒരു ടേം ഉണ്ട്. ഓക്കെ, തീറ്റ ഡോട്ട് ഈസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ യൂണിറ്റാണ്, ആ ഒരു ക്വാണ്ടിറ്റിയാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഡി തീറ്റ ബൈ ഡി ടി, അതിന് ഒമേഗ എന്നുള്ള ലെറ്റർ കൊണ്ട് സാധാരണ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഓക്കെ, ഈ റേഡിയൽ ആക്സലറേഷനിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആർ ഡബിൾ ഡോട്ട് മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ. പക്ഷേ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റേഡിയസ് ഒരു ഫിക്സ്ഡ് റേഡിയസ് ആണ്, റേഡിയസ് മാറുന്നില്ല. അപ്പം റേഡിയസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് 0 ആയിട്ടാണ് കിട്ടുക. ആർ ഡോട്ട് എടുത്താലും ആർ ഡബിൾ ഡോട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് 0 എന്ന് കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ ആർ ഡബിൾ ഡോട്ടിന് 0 കൊടുക്കാം. അതുപോലെ ക്യാപിറ്റൽ ആർ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആർ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ഡബിൾ ഡോട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ, ദാറ്റ് ഈസ് 0 ബിക്കോസ് ആർ ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, നോ തീറ്റ ഡോട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം? വി ബൈ ആർ എന്ന് എഴുതാം. വി ബൈ ആർ എന്ന് എങ്ങനെ എഴുതുന്നത്? ഓക്കെ, വി ബൈ ആർ എന്ന് എഴുതാൻ കാരണം ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയിൽ ചെറിയുള്ള ഒരു വേരിയേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആർക്ക് എന്ന് പറയുന്നത് ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈംസ് ഡെൽറ്റ ടി, ഈ ചേഞ്ച് എടുക്കാനെടുത്ത സമയമാണ്. വി ഡെൽറ്റ ടി എന്ന് വരും. സോ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു വി ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. അതായത് ഈ സ്മോൾ ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, സോ ആർക്കിൻ്റെ ലെങ്ത് വി ഡെൽറ്റ ടി വരും. അതുപോലെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. സോ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു വി ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഡെൽറ്റ ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാം. സോ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു വി ബൈ ആർ എന്ന് വരും. എന്ന് വെച്ചാൽ ഇൻ ദ ലിമിറ്റ് ഓഫ് ഡെൽറ്റ ടെൻസ് ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഡി തീറ്റ ബൈ ഡി ടി ഈക്വൽ ടു വി ബൈ ആർ എന്ന് നമുക്ക് എഴുതാം. അത് നിങ്ങൾ ഈ ഒരു സെക്ഷൻ 1.1 അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അത് റെഫർ ചെയ്തിട്ട് ചെയ്യാം. അത് നമുക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് റേഡിയൽ ഡയറക്ഷനിലുള്ള ആക്സലറേഷനും അതുപോലെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത് 0 എന്ന് കൊടുത്തു. ബാക്കിയുള്ളത് ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ്. മൈനസ് സൈൻ ഉണ്ട്. തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബൈ ആർ ആണ്. ഓക്കെ, അപ്പോൾ വി ബൈ ആർ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സിംപ്ലിഫൈ ചെയ്യുക. ആറും ഒരു ഡിനോമിനേറ്ററിൽ ഒരു ആറും ക്യാൻസൽ ചെയ്യാം. സോ വിൽ ഗെറ്റ് മൈനസ് വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, സോ ദിസ് ഈസ് ആക്സലറേഷൻ എ ആർ. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടും മൈനസ് വി സ്ക്വയർ ബൈ ആർ എന്ന് വരും ഇൻറ്റു എം. ഓക്കെ, സോ രണ്ട് സൈഡിൽ മൈനസ് ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി ടി എന്നുള്ളത് എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ സാധാരണയായിട്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, സോ ഇത് റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഓക്കെ, സോ ഈ രണ്ട് ഫോഴ്സിൻ്റെ ടെൻഷൻ്റെയും സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെയും ബാലൻസ് ആയിട്ട് ഒരു സ്റ്റേബിൾ സർക്കുലർ ഓർബിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ്. അപ്പോൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് വി ഹാവ് നെഗ്ലക്റ്റഡ് ദ ഫാക്ടർ. എന്തൊക്കെ ഫാക്ടർ നെഗ്ലക്റ്റ് ചെയ്തു? അതായത് മാസ് എമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ഗ്രാവിറ്റി കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രിക്ഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഒറിജിൻ. ദർ ഇസ് നോ ഔട്ട്വേർഡ് ഫോഴ്സ് ഓൺ എം. ഓക്കെ, അത് ഔട്ട്വേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഫോഴ്സാണ്. ഓക്കെ, പറയുന്നത് ഇഫ് യു വേൾ എ പെബിൾ അറ്റ് ദ എൻഡ് ഓഫ് എ സ്ട്രിങ്, അതായത് ഒരു കല്ലെടുത്തിട്ട് കറങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ഫീൽ ആൻ ഔട്ട്വേർഡ് ഫോഴ്സ്. നമുക്ക് കറക്കുന്ന ആൾക്ക് നമുക്കൊരു ഫീൽ ചെയ്യും. ഹവർ ദ ഫോഴ്സ് യു ഫീൽ ഡസ് നോട്ട് ആക്ട് ഓൺ ദ പെബിൾ, ഇറ്റ് ആക്ട്സ് ഓൺ യു. ഒക്കെ നമ്മൾ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കറക്കുന്ന ആളുടെ കയ്യിലാണ് അനുഭവപ്പെടുന്നത്. ആ എം എന്നുള്ള ഫോഴ്സിൽ ആ ഫോഴ്സ്
ആക്ട് ചെയ്യുന്നില്ല. ദ ഫോഴ്സ് ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു ദ ഫോഴ്സ് വിത്ത് വിച്ച് യു പുൾ ദ പെബിൾ അസ്യൂമിങ് ദ സ്ട്രിങ് മാസ് ടു ബി നെഗ്ലിജിബിൾ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് അതായത് ഈക്വൽ ടു ദ ഫോഴ്സ് യു പുൾ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നിറ്റ്യൂഡിലായിരിക്കും. അതുകൊണ്ടാണ് അതൊരു സ്റ്റേബിൾ സർക്കുലർ ഓർബിറ്റിൽ ആ കല്ല് റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, നൗ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ എക്സാമ്പിളിൽ സെയിം ഒരു സ്ട്രിങ് തന്നെയാണ്. എം മാസുള്ളൊരു വസ്തു ഒരു സ്ട്രിങ്ങിൽ വെച്ചിട്ട് കറക്കുന്നുണ്ട്, പക്ഷെ അത് വെർട്ടിക്കലായിട്ടാണ് കറക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലെയിനിൽ ഇങ്ങനെയാണ് കറക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കറക്കുന്ന സമയത്ത് വി ആർ കൺസിഡറിങ് ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹിയർ. നമ്മളിവിടെ ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. എം മാസുള്ള ഒരു വസ്തുവിൽ ഗ്രാവിറ്റി കാരണം അതിൻ്റെ ഒരു ഫോഴ്സ് അതിൽ അനുഭവപ്പെടും. അതിനെ നമ്മൾ വെയിറ്റ് എന്ന് പറയും. വെയിറ്റ് m/g ആണ്. ഓക്കെ, സോ ഒരു വസ്തു ഉണ്ട്, വെർട്ടിക്കലി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 6 റേഡിയസിലാണ്, സ്ട്രിങ്ങിൻ്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, സോ അത് പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിക്കാം. മാസ് m ഈസ് വേൾഡ് on the end of a string of length r. The motion in a vertical plane in the gravitational field of the earth. Okay, the force on m are the weight w down and the string force t towards the center. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്ററിൽ ഒരു ടെൻഷൻ, സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കാരണം ഒരു ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഒരു സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന മാസിൽ അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഡയറക്ട്ലി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അത് ഈ മാസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഓരോ പോയിന്റിലും വരയ്ക്കുന്ന ടാൻജൻഷ്യൽ ആയിരിക്കും മാസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഈസ് v. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി അല്ല, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ് ഈ ഒരു കേസിൽ. ആൻഡ് ദ സ്ട്രിങ് മേക്സ് ആൻ ആംഗിൾ. ഓക്കെ, ഇത് ജെ അല്ല, അത് തീറ്റയാണ്. ഓക്കെ, റീപ്ലേസ് ചെയ്യാം. സ്ട്രിങ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷനായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെന്ന് എടുക്കാം. ഓക്കെ, എന്നുവെച്ചാൽ തീറ്റ ഇവിടെ ഈ മാസ് ഇവിടെ ആകുമ്പോൾ തീറ്റ 0 ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, നാം ഇവിടെയുള്ള ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടെൻഷൻ കാരണം ടുവേർഡ്സ് സെൻറ്റർ ഒരു ഫോഴ്സ് ഉണ്ട്, അതുപോലെ വെയിറ്റ് കാരണം ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അത് ഡയറക്റ്റ്ലി ടുവേർഡ്സ് സെൻറ്റർ. ഓക്കെ, ഇനി ഇങ്ങനൊരു ഇവിടെ വരയ്ക്കുന്ന ടാൻജൻഷ്യലാണ് ഇത്. ടാൻജൻഷ്യലായിട്ട് വെയിറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം, അപ്പം അതായത് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ആംഗിൾ ബിറ്റ്വീൻ 2 lines ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദെയർ പെർപെൻഡിക്കുലേഴ്സ്. ഓക്കെ, നൗ നേരത്തെ പറഞ്ഞ പോലെ ഒരു റേഡിയൽ ഡയറക്ഷനിൽ ഒരു ആക്സലറേഷൻ ഉണ്ട്, അതുപോലെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ അതായത് തീറ്റ ക്യാപ് ഡയറക്ഷനിൽ ഒരു ആക്സലറേഷൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പോണൻറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യണം. ഓക്കെ, ആദ്യം റേഡിയൽ ഡയറക്ഷനിൽ നോക്കാം. റേഡിയൽ ഡയറക്ഷനിൽ എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് ടുവേർഡ്സ് സെൻറ്റർ, ഇതാണ് റേഡിയസിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഇങ്ങോട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ വെയിറ്റിൻ്റെ ഒരു കമ്പോണൻറ്റ് ഈ ആറിൻ്റെ ഡയറക്ഷനുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വെക്ടർ, വെയിറ്റിൻ്റെ വെക്ടർ ഇവിടെ ടാൻജൻഷ്യൽ വരച്ച ഈ ഒരു പോയിൻ്റായിട്ട് ഇവിടെ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ 90 ഡിഗ്രി ഇവിടെ ആയിരിക്കും, ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. ഓക്കെ, സോ ഈ ടിയുടെ അതേ ഡയറക്ഷൻ, അതായത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണിത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഏത് കമ്പോണൻ്റ് ഉണ്ടാവും നോക്കാം. ആ കമ്പോണൻറ്റ് ഈ റേഡിയൽ കമ്പോണൻ്റായിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു ഫിഗർ ഞാൻ കാണിക്കാം. ഇതാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടറിൻ്റെ ഫിഗർ. അതായത് നമുക്കിവിടെ എഫ് എന്നുള്ളൊരു വെക്ടർ ഉണ്ട്, അത് തീറ്റ ആയിട്ട് മേക്ക് ചെയ്യുന്ന ഒരു അഡ്ജസൻ്റ് ആയിട്ട് തീറ്റ ആയിട്ട് മേക്ക് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡയറക്ഷനായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നു എങ്കിൽ ഈ ഫോഴ്സിനെ നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും സൈൻ തീറ്റ കോസ് തീറ്റ എടുക്കുന്നത് തന്നെയാണ്. ഓക്കെ, ഓപ്പോസിറ്റ് നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൽ എഫ് ആണുള്ളത്. അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ടാവും? ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സൈൻ തീറ്റ കമ്പോണൻ്റ് എഫ് സൈൻ തീറ്റ, ഈ ഫോഴ്സിൻ്റെ എഫ് സൈൻ തീറ്റ കമ്പോണൻ്റാണ് ഉണ്ടാവുക. അതുപോലെ അഡ്ജസൻറ്റ് സൈഡിൽ ഈ എഫ് എന്നുള്ള വെക്ടറിൻ്റെ കോസ് തീറ്റ കമ്പോണൻ്റാണ് ഉണ്ടാവുക. ഓക്കെ, ഇതേ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് പറയാം ഈ ഡബ്ല്യുവിൻ്റെ ഇത് ആംഗിൾ തീറ്റ ഇവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വി ഹാവ് ഡബ്ല്യു സൈൻ തീറ്റ കമ്പോണൻറ്റ്.
അപ്പോൾ ആ കമ്പോണൻറ്റ് റേഡിയൽ, അതും റേഡിയൽ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ അത് ടിയോട് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സോ ദ റേഡിയൽ ഫോഴ്സ് ഈസ് മൈനസ് ടി ആണ്. പിന്നെ റേഡിയൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഡബ്ല്യൂയുടെ സൈൻ തീറ്റ കമ്പോണൻറ്റ് ടുവേർഡ്സ് ദ ഒറിജിൻ ആണ്, അപ്പോൾ മൈനസ് ആണ്. അപ്വേർഡ് ഉള്ളതൊക്കെ പോസിറ്റീവാണ്, ടുവേർഡ്സ് ദ സെൻറ്റർ ഉള്ളത് നെഗറ്റീവാണ്. സോ മൈനസ് ടി മൈനസ് ഡബ്ല്യു സൈൻ തീറ്റ എന്നുള്ള കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു MAR. AR നമുക്കറിയാം റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് ദ ആക്സിലറേഷൻ ആണ്. അതിന് 2 ടേം ഉണ്ട്. അപ്പോൾ റേഡിയസ് നമുക്ക് ഫിക്സ്ഡ് ആണ്, അപ്പോൾ ഈ ടേമിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, സോ യു ഹാവ് ബാക്കി എന്ത് വരും നമുക്ക്? മൈനസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ R ആണ്. തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ V/R ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ടേം മൈനസ് MV²/R എന്ന് വരും. ഓക്കെ, സോ ഈ മൈനസ് സൈനും പുറത്തുള്ള മൈനസ് സൈനും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഫൈനലി നമുക്ക് ഇതിന്ന് നമുക്ക് എന്ത് കിട്ടും? T ഈക്വൽ ടു ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, മൈനസ് സൈൻ ക്യാൻസൽ ചെയ്ത് ഈ രണ്ടാമത്തെ ടേമിൽ തീറ്റ ഡോട്ടിന് V/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ MV²/R എന്ന് വരും. MV²/R മൈനസ് MV²/R, ആ മൈനസും ഈ മൈനസും ക്യാൻസൽ ചെയ്ത് പോവാം. സോ വിൽ ഗെറ്റ് MV²/R പ്ലസ് ഈ ഒരു ടേമിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരാം. സോ MV²/R മൈനസ് W സൈൻ തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു T. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്താണ്? അതായത് ഇവിടെ ഈ പോയിന്റ് വരയ്ക്കുന്ന ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്, അതായത് ഈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്. ഈ ഡയറക്ഷനിലെ കമ്പോണൻറ്റ് എന്താ? ആ ഡയറക്ഷനിൽ Tക്ക് കമ്പോണൻ്റ് ഒന്നുമില്ല. Tക്ക് റേഡിയൽ ഡയറക്ഷനിൽ മാത്രമേ കമ്പോണൻ്റ് ഉള്ളൂ. ഡബ്ല്യുവിന് ഒരു കമ്പോണൻറ്റ്, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് W കോസ് തീറ്റ കമ്പോണൻറ്റ് ഉണ്ടാവും. അത് ഈ ഡയറക്ഷനിലായിരിക്കും. അതും ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് W കോസ് തീറ്റ എന്ന് കൊടുക്കും. ഓക്കെ, മൈനസ് W കോസ് തീറ്റ ഈക്വൽ ടു MA തീറ്റ. MA തീറ്റയ്ക്കും നമുക്കൊരു എക്സ്പ്രഷൻ നമുക്ക് എഴുതാവുന്നതാണ്. R തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2R ഡോട്ട് തീറ്റ ഡോട്ട്. ഓക്കെ, ഈ രണ്ട് എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യുന്നത്, അതായത് റേഡിയൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷനും അതുപോലെ ആംഗുലർ കമ്പോണൻറ്റ്, അതായത് ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷനും ഡിറൈവ് ചെയ്യുന്നതിൻ്റെ ഡെറിവേഷൻ നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ നൗ ഇവിടെ നമുക്കറിയാം റേഡിയസ് കോൺസ്റ്റൻ്റ് ആണ്. റേഡിയസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ R ഡോട്ട് 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടേം 0 ആവും. ഓക്കെ, AR എന്ന് പറയുന്നത് നമുക്കറിയാം R ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ ആണ്. ഓക്കെ, സോ AR ഈക്വൽ ടു മൈനസ് V²/R. ഇത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് റേഡിയൽ കമ്പോണൻറ്റിൻ്റെ കേസാണ്. അപ്പോൾ ആംഗുലർ കമ്പോണൻറ്റ് ഇങ്ങനെ കിട്ടി. ഇപ്പോൾ ഇതൊന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ടേം 0 ആയി, ബാക്കിയുള്ളത് ആറിന് ക്യാപിറ്റൽ R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MR തീറ്റ ഡബിൾ ഡോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് A തീറ്റ എന്ന് പറയുന്നത് ഇവിടുന്ന് മൈനസ് ഒമേഗ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ M എന്ന് എഴുതാം. ഓക്കെ, സോ ദ മാസ് ഡു നോട്ട് മൂവ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഇറ്റ് ആക്സിലറേറ്റ് ടാൻജൻഷ്യലി. അപ്പോൾ ടാൻജൻഷ്യൽ കമ്പോണൻറ്റിലും ഒരു ആക്സിലറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ റേഡിയൽ കമ്പോണൻറ്റ് ഇല്ല. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് മാസ് ഡു നോട്ട് മൂവ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്, ഇറ്റ് ആക്സിലറേറ്റ് ടാൻജൻഷ്യലി. ഓക്കെ, ടാൻജൻഷ്യലായിട്ട് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് the constraints in a rotational motion. ബ്ലോക്ക് ഓൺ ദ സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേസിൽ കൺസ്ട്രെയിൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് ക്ലിയർലി. If you have any doubts, you please ask during the live interaction. Thank you.